നമസ്തേ. എല്ലാ പ്രേക്ഷകർക്കും കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴിയിലേക്ക് സ്വാഗതം. ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തെരൂര് മഹാദേവ ക്ഷേത്രത്തിലാണ്. തെരൂര് മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള വഴി കണ്ണൂർ മട്ടന്നൂർ റൂട്ടിൽ തെരൂര് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു 600 മീറ്റർ തെക്കോട്ടേക്ക് സഞ്ചരിച്ചാൽ പരിപാവനമായ ഗ്രാമീണത നിറഞ്ഞ അതിപ്രാധാന്യത്തിലുള്ള തെരൂര് മഹാദേവ ക്ഷേത്രത്തിലെത്താം. ഈ ക്ഷേത്രത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ഒപ്പം ഒരു ദേശം മുഴുവൻ യോജിച്ച് നടത്തുന്ന ഉത്സവം, അതുപോലെ തന്നെ ധാരാളം പ്രത്യേകതകൾ ഉള്ള ക്ഷേത്രമാണ് തെരൂര് മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ മുൻപിൽ ഇങ്ങനെ എത്തുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് കാണാൻ പറ്റും നല്ല പ്രശാന്ത സുന്ദരമായ ഒരു വയൽ. ഒപ്പം ഏറ്റവും പ്രസിദ്ധമായ മട്ടന്നൂർ എയർപോർട്ട് ഇവിടെയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിലിൽ നിന്ന് നോക്കിയാൽ നമുക്കവിടെ വളരെ ദൂരെയായി, ഇവിടുന്ന് അത്രയും അടുത്താണ്, ഏകദേശം ചെറിയൊരു ദൂരമേ ഉള്ളൂ. ഇവിടുന്ന് ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നല്ല ശബ്ദവുമാണ് കേട്ടോ. ഈ പരിസരത്ത് മുഴുവൻ ആ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെ തിരിച്ച് ആ ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴും നന്നായി അറിയും. ഇവിടുന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്താണ് മഹാദേവൻ പൂർണ്ണമായും കിഴക്കോട്ടേക്ക് ദർശനമായ മഹാദേവൻ്റെ തെക്ക് പാർശ്വഭാഗത്തേക്ക് മാറിയാണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ എയർപോർട്ടിന് പരിസരത്തും അതുപോലെ തന്നെ ധാരാളം പ്രാദേശികമായി ചിന്തിക്കുമ്പോൾ വയലിന് പരിസരത്തും ഒരു ക്ഷേത്ര സമുച്ചയമാണത്രേ തെരൂര് മഹാദേവ ക്ഷേത്രം. അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടി, പ്രേക്ഷകർക്ക് എല്ലാവർക്കും കൂടി തെരൂര് മഹാദേവ ക്ഷേത്രത്തിലെ മഹാദേവനെ തൊഴുത് പ്രാർത്ഥിച്ച് ഇവിടുത്തെ ഐതിഹ്യങ്ങളും ഒപ്പം ഇവിടുത്തെ അനുഷ്ഠാനങ്ങളെക്കുറിച്ചും നമുക്ക് തൊഴുത് മനസ്സിലാക്കി പ്രാർത്ഥിച്ചു വരാം. തെരൂര് മഹാദേവ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ പ്രേക്ഷകർക്ക് കാണാം ശ്രീ കൊട്ടിയൂർ പെരുമാൾ നെയ്യമൃത മഠം. കൊട്ടിയൂരിലേക്ക് നെയ്യമൃത വ്രതക്കാർ വ്രതശുദ്ധിയോടുകൂടി നിന്ന് അനുഷ്ഠാനത്തോടുകൂടി യാത്ര ചെയ്ത് തെരൂരെ മഹാദേവനെ തൊഴുത് പ്രാർത്ഥിച്ച് നിശ്ചയിക്കപ്പെട്ട വിഭാഗക്കാർ വ്രതനിഷ്ഠയോടുകൂടി നിന്ന് നെയ്യമൃതമായി പോകുന്ന ഒരു സങ്കേതഭൂമി, ഒരു ക്ഷേത്ര സമുച്ചയത്തിൻ്റെ സ്വഭാവം നമുക്കിവിടെ കാണാം. അപ്പോൾ കൊട്ടിയൂർ പെരുമാളുടെ സാന്നിധ്യമുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു സങ്കേതം കൂടിയാണ്. നമുക്കങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് തെരൂരെ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ കൊട്ടിയൂർ പെരുമാളുടെ നെയ്യമൃത മഠത്തിൽ കൊട്ടിയൂർ പെരുമാളെ നമസ്കരിച്ച് സങ്കല്പിച്ച് തൊഴുത് പ്രാർത്ഥിച്ചാണ് തെരൂര് മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഏതൊരു ഭക്തനും പ്രവേശിക്കുന്നത്. ക്ഷേത്രത്തിന് ഉത്സവത്തിൻ്റെയും കൊടിയേറ്റത്തിൻ്റെയും ഒക്കെ പ്രതീതിയാണ്. ധാരാളം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കണ്ണൂർ വിഷൻ ചാനൽ പ്രദക്ഷിണ വഴിയിലേക്ക് വരുന്ന സമയത്ത്. നമുക്ക് ഏതായാലും അകത്ത് കയറി തൊഴുത് പ്രാർത്ഥിച്ച് ഐതിഹ്യങ്ങൾ മനസ്സിലാക്കാം. തെരൂര് മഹാദേവ ക്ഷേത്രം ഒരു ക്ഷേത്ര സമുച്ചയമാണ്. തെരൂര് മഹാദേവ ക്ഷേത്രം ധാരാളം ഐതിഹ്യങ്ങൾ ക്ഷേത്രത്തിനുണ്ടെന്ന് പറഞ്ഞു. 3 ശിവ ചൈതന്യം ഒരേ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണത്രേ തെരൂര് ശ്രീ മഹാദേവ ക്ഷേത്രം. ആ മഹാദേവ ക്ഷേത്രത്തിൽ സ്വയംഭുവായ ശിവൻ, അർദ്ധനാരീശ്വര സങ്കല്പത്തിലുള്ള ശിവൻ, വേട്ടക്കരുമകൻ ചൈതന്യത്തിലുള്ള ശിവൻ, ഇങ്ങനെ 3 ശിവചൈതന്യങ്ങൾ കുടിയിരിക്കുന്ന അത്യപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണത്രേ തെരൂര് മഹാദേവ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴി വരുന്ന സമയത്ത് ധാരാളം നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അടുത്ത ദിവസം ഇവിടുത്തെ ധ്വജപ്രതിഷ്ഠയാണ്. ആ ധ്വജപ്രതിഷ്ഠയും ഒപ്പം ഉത്സവവും ഒന്നിച്ച് നടത്താൻ നമ്മൾ പ്രദക്ഷിണ വഴിയിൽ കാണുന്നത് പോലെ ഈ ദേശക്കാരും
മാതൃസമിതിയും കമ്മിറ്റിയും ഒക്കെ എല്ലാം മറന്ന് ആ മഹാദേവൻ്റെ മുൻപിൽ ഇങ്ങനെ തയ്യാറായി നിൽക്കുന്ന സന്ദർഭത്തിലാണ് കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണം ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് തൊഴുത് പ്രാർത്ഥിച്ച് മഹാദേവൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വീണ്ടും നമുക്ക് മനസ്സിലാക്കാം. തെരൂര് മഹാദേവ ക്ഷേത്രത്തിലെത്തുമ്പം ക്ഷേത്രത്തിൻ്റെ മുൻപിൽ തന്നെ വലിയ ബലിക്കല്ല് കാണാം. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവ കാലഘട്ടങ്ങളിൽ ശ്രീഭൂതബലി സമയത്തും ശിവേലി സമയത്തും ഉത്സവ ബലിയുടെ സമയത്തും ഒക്കെ ഹവിസ് തൂകി ദേവചൈതന്യത്തിൻ്റെ ചൈതന്യ പൂർണ്ണത വരുത്തുന്ന ഒരു വിശിഷ്ടമായ സങ്കേതം കൂടിയാണത്രേ ക്ഷേത്രത്തിലെ ബലിക്കല്ല്. തെരൂര് മഹാദേവ ക്ഷേത്രത്തിലെത്തുമ്പം ആ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത വലിയ ബലിക്കല്ലാണ്. അത്ര തന്നെ പ്രാധാന്യം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുണ്ട് എന്നുള്ളതാണ് ഐതിഹ്യത്തിലും അനുഷ്ഠാനത്തിലും കൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അങ്ങനെ ബലിക്കല്ല് കഴിഞ്ഞ് നമുക്ക് കാണാം ഈ കൊടിമരം ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചൊരു മഹാക്ഷേത്രമാക്കി മാറുന്നത് ആ ക്ഷേത്രത്തിൻ്റെ കൊടിമരം കൂടിയാണ്. ഇതിൻ്റെ കൊടിമര പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം. ഈ കാണുന്ന ഓരോ പറകൾ ആ പറകൾ പൂർത്തീകരിച്ചും ഒപ്പം ഉത്തമമായ വൃക്ഷം തേക്ക് മരം മുറിച്ച് ഭൂസ്പർശമില്ലാതെ അനുവാദം വാങ്ങിച്ച് നിശ്ചിത സമയം എണ്ണയിൽ ഔഷധത്തിൽ ഇട്ടുകൊണ്ട് പിന്നീട് ഇത് കൊടിമരമായി ഉയർത്തി ചുറ്റും അതിന് ചെമ്പ് പാളി കൊണ്ട് ഓരോരോ ഭാഗങ്ങൾ ഇതിന് പ്രത്യേകം പേരുകൾ തന്നെയുണ്ട്. അത്തരം പേരുകൾ നിശ്ചയിച്ചുകൊണ്ട് തന്നെ ഇത് പൂർണ്ണതയിലേക്ക് പ്രതിഷ്ഠിക്കുകയാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ ആചാര്യൻ ചൈതന്യത്തെ ഈ കൊടിമരത്തിലേക്ക് ആവാഹിച്ചിരുത്തി ഉത്സവം നടക്കുന്നതോടുകൂടിയാണ് കൊടിയേറ്റ ഉത്സവം എന്ന് പറയുന്നത്. അല്ലാതെ ഇടങ്ങളിലൊക്കെ താൽക്കാലിക ധ്വജമെന്ന് പറയുന്നത് കവുങ്ങുകൊണ്ട് ഉണ്ടാക്കി നിശ്ചിത ദിവസം കഴിഞ്ഞാൽ ആ കവുങ്ങ് കൊണ്ട് ആ ഉത്സവം കഴിഞ്ഞാൽ അത് നീക്കി. ഇത് സ്ഥായിയായ ഒരു ധ്വജം, ഒരു ദേശത്തിൻ്റെ മുഴുവൻ അഭിവൃദ്ധിയും യശസ്സുമാണത്രേ ഒരു സ്ഥായിയായ കൊടിമര പ്രതിഷ്ഠ. അങ്ങനെ തെരൂരെ മഹാദേവ ക്ഷേത്രത്തിലേക്ക് നമ്മൾ തൊഴുതിങ്ങനെ പ്രാർത്ഥിച്ച് പ്രദക്ഷിണ പദത്തിലൂടെ നമുക്ക് തൊഴുത് പ്രാർത്ഥിച്ചു വരാം. തെരൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണിത്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു പ്രധാനപ്പെട്ട കീഴൂർ ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തെരൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. പ്രധാനമായും 3 ക്ഷേത്രങ്ങൾ കൂടിയ ഒരു ക്ഷേത്ര സമുച്ചയം എന്ന് വേണം നമുക്കിതിനെ പറയാൻ പറ്റും. കാരണം ശിവക്ഷേത്രത്തിന് പുറമെ താഴെ തന്നെ തൊട്ടടുത്ത് തന്നെ സ്വയംഭൂ ശിവക്ഷേത്രവും ഉണ്ട്. കൂടാതെ മുകളിൽ വേട്ടക്കുറുമുഖൻ ക്ഷേത്രവും ഈ ക്ഷേത്രത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന ക്ഷേത്രങ്ങളാണ്. അപ്പോൾ വളരെ പുരാതനമായ ഏതാണ്ട് 1000-ഓളം വർഷങ്ങൾക്ക് പഴക്കമുള്ള സ്വയംഭൂ ശിവക്ഷേത്രമാണ് അതിലേറ്റവും ചൈതന്യവത്തായ ക്ഷേത്രമായിട്ട് നമ്മൾ കരുതി പോകുന്നത്. ശിവനെ സ്വയംഭൂവായി കണ്ടുകൊണ്ടാണ് നമ്മളവിടെ ആരാധിച്ചു വരുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ 2022 നമ്മൾ പൂർത്തിയാക്കുകയും അത് നല്ല രീതിയിൽ ഇപ്പോൾ ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ശിവക്ഷേത്രം വളരെയധികം ചൈതന്യവത്തായ വളരെയധികം കാലപ്പഴക്കമുള്ള ഏതാണ്ട് 500-ഓളം വർഷങ്ങൾക്ക് പഴക്കമുള്ള ഈ ക്ഷേത്രം ഇന്ന് അതിൻ്റേതായ ഒരു നവീകരണ പ്രവർത്തനത്തിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് എന്ന് വേണം പറയാൻ പറ്റും. ഭഗവാൻ തേരിറങ്ങിയ സ്ഥലം എന്ന പേരിലാണ് ഇത് തെരൂർ എന്ന പേര് നാമധേയം വന്നത് എന്നൊരു ഐതിഹ്യവും നമ്മുടെ മുമ്പിൽ കേൾക്കാൻ അറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ മഹാക്ഷേത്രത്തിൻ്റെ ഒരു സമ്പൂർണ്ണ വികസനം ഈ കൊടിമര പ്രതിഷ്ഠയോടുകൂടി നടക്കുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സന്നദ്ധരായിട്ടാണ് ഇവിടെ ജനങ്ങളൊക്കെ തയ്യാറായി നിൽക്കുന്നത്. ഇനിയുള്ള വർഷങ്ങളിൽ ഈ ദിവസങ്ങളിൽ തന്നെ എല്ലാ വർഷവും കൊടിയേറ്റ ഉത്സവമായിട്ട് നമ്മൾ നടത്താനാണ് ആലോചിക്കുന്നത്. ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന 3 ദേശങ്ങളിൽ നിന്നുള്ള കലവറ നിറക്കൽ ഘോഷയാത്രയാണ് പ്രധാനമായിട്ട് 25-ആം തീയതി ഈ വൈകുന്നേരം 4 മണിക്ക് തെരൂർ ഭാഗത്തു നിന്നും എളമ്പാറ പുനിത്തല ക്ഷേത്രത്തിൽ നിന്നും കാനാട് മുത്തപ്പൻ
ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് ഇവിടെ ഒരു 7 മണിയോടുകൂടി ക്ഷേത്ര സന്നിധി എത്തിച്ചേരേണ്ട രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ മേഖലയിലുള്ളവരും നല്ല വിപുലമായ ഒരു കലവറ നിറക്കൽ ഘോഷയാത്രയായിട്ട് തന്നെയാണ് വരുന്നത്. ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനമാണ് ക്ഷേത്രത്തിൻ്റെ ധ്വജപ്രതിഷ്ഠ. തെരൂര് മഹാദേവ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠ ശില്പിയുടെ ആചാര്യൻ്റെ ഒക്കെ അനുവാദത്തോടു കൂടിയാണ് ഒരു കൊടിമര പ്രതിഷ്ഠ പൂർണ്ണമാകുന്നത്. പ്രേക്ഷകർക്ക് ഇനി ഇത് കാണണമെങ്കിൽ, കാരണം ഇത് മുകളിലേക്ക് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കില്ല. മഹാദേവൻ്റെ വാഹനമായ വൃഷഭം അഥവാ വൃഷഭത്തെയാണ് വാഹനമായി ചെയ്യുന്നത്. 4 കർമ്മങ്ങളാണ്, അനുഷ്ഠാനങ്ങൾ. അതിൽ 4 കാലിനെ സൂചിപ്പിക്കുന്നതും 4 അവസ്ഥകളെയാണ്. ആ ചതുരവസ്ഥകളിലെ സൂചിപ്പിച്ചുകൊണ്ട് ഇതിനെയൊക്കെ സ്വയം നിയന്ത്രിക്കാൻ ഓരോ മഹാദേവൻ്റെ തിരുസന്നിധിയിലെത്തുന്ന ഭക്തനും 4 അനുഗ്രഹങ്ങളെ നേടിയെടുക്കാനും ഒപ്പം 4 ആഗ്രഹങ്ങളെ ഇല്ലാതെ കണ്ടാക്കാനും സാധിക്കണമെന്ന തത്വം ഈ വൃഷഭത്തിൽ നിന്ന് പഠിക്കണമെന്ന ഒരു വലിയ തത്വമാണ് നമുക്ക് ധ്വജപ്രതിഷ്ഠയിലൂടെ തരുന്നത്. അത് ഒരു ശില്പി തൻ്റെ എല്ലാ അനുഷ്ഠാനങ്ങളോടും വ്രത ചിട്ടയോടുകൂടി നിന്നുകൊണ്ടാണ് ഇത് പൂർത്തീകരിക്കപ്പെടുന്നത്. അത്തരം അനുഷ്ഠാനങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പാണ് തെരൂര് മഹാദേവ ക്ഷേത്രത്തിൽ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴി എത്തിയത്. അപ്പോഴാണ് നമുക്കിത് കാണുവാൻ വേണ്ടി സാധിച്ചത്. ഇനി ഇത് കാണാൻ നമുക്ക് ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിച്ച ദിക്കിലേ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും അതിൻ്റെ ഭംഗിയോടുകൂടി ഇത് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. ഏതായാലും നമുക്ക് പ്രദക്ഷിണ വഴി പൂർത്തിയാക്കാം. തെരൂർ മഹാദേവ ക്ഷേത്രത്തിലെ ധ്വജം ഒരു ക്ഷേത്രം പൂർണ്ണം ആകുന്നതിൻ്റെ അടയാളമാണ് ധ്വജപ്രതിഷ്ഠ. ധ്വജപ്രതിഷ്ഠ നടന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രം പൂർണ്ണമായി ഭഗവാന്റെ ചൈതന്യം ഈ പ്രദേശത്തിനും ലോകത്തിനും ദർശിക്കാനും ശ്രീകോവിൽ അടഞ്ഞു കിടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ എന്താണോ പ്രതിഷ്ഠ ആ പ്രതിഷ്ഠ അറിയണമെന്നുണ്ടെങ്കിൽ ധ്വജത്തിൻ്റെ മുകൾ ഭാഗത്ത് നോക്കിയാൽ ആ വാഹനം കണ്ട് ഇന്ന പ്രതിഷ്ഠയാണ്. മഹാദേവ ക്ഷേത്രങ്ങളിലാണെങ്കിൽ നന്ദിയായിരിക്കും വാഹനം, മഹാവിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ ഗരുഡനായിരിക്കും വാഹനം, ശാസ്താ ക്ഷേത്രത്തിലാണെങ്കിൽ വാജിയായിരിക്കും വാഹനം, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണെങ്കിൽ മയിലായിരിക്കും വാഹനം. അങ്ങനെ ദേവതകളുടെ പ്രതിഷ്ഠകളുടെ വ്യത്യാസം അനുസരിച്ച് വാഹനങ്ങൾ മാറുന്നു. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ കൊടിമരത്തിൻ്റെ വിഷയം, കൊടിമരത്തിൻ്റെ കണക്ക് നിർമ്മിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഗർഭഗൃഹവാതിലിൻ്റെ അടിസ്ഥാനത്തിലാണ് കണക്ക് നിശ്ചയിക്കുന്നത്. തെരൂര് മഹാദേവ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത 3 ശിവചൈതന്യങ്ങളെ ഒരേ തട്ടകത്തിൽ ആരാധിക്കപ്പെടുന്ന ഒരു ക്ഷേത്രം. അതിൽ കൊടിമര പ്രതിഷ്ഠ നടത്തപ്പെടുന്ന ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ശിവന് പ്രധാനപ്പെട്ട ധാരയും പ്രദോഷവും അനുഷ്ഠാനങ്ങളും ഒക്കെ നടത്തപ്പെടുന്ന ഒരു ക്ഷേത്ര സങ്കേതം കൂടിയാണ്. മറ്റൊരു പ്രത്യേകത, ഇവിടെ ഉമാമഹേശ്വര ഭാവത്തിലാണത്രേ ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ഉമയും മഹാദേവനും ശിവപാർവതിമാരെ തൊഴുതു പ്രാർത്ഥിച്ച പുണ്യം ഈ ക്ഷേത്രത്തിൽ വരുന്നതോടുകൂടി ഭക്തന്മാർക്ക് സിദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ അനവധി ആളുകൾ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് ദാമ്പത്യ തടസ്സം നീങ്ങാൻ വേണ്ടി ഈ ദേവനെ വന്ന് പ്രാർത്ഥിച്ച് തൊഴുതു പോകുന്നവരും അങ്ങനെ കാര്യം സിദ്ധിക്കുന്നവരും ഏറെയാണെന്ന് ഇവിടുത്തെ അനുഭവസ്ഥർ നമുക്ക് പറഞ്ഞു തരുന്നു. ഒരു ക്ഷേത്രത്തിൻ്റെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ് ആ ക്ഷേത്രം പൂർണ്ണമാകുന്നത് ധ്വജപ്രതിഷ്ഠയോടുകൂടിയാണ്. ഈ ദേശക്കാർ മുഴുവൻ ആ ധ്വജപ്രതിഷ്ഠയെയും തുടർന്ന് വരുന്ന ആദ്യത്തെ മഹോത്സവത്തെയും കാണാൻ വേണ്ടി കാലങ്ങളായി കാത്തിരിക്കുന്ന ഭക്തന്മാരാണ്. അതിനുള്ളൊരു സമയം ആണത്രേ ഈ ഉത്തരായന കാലഘട്ടം. നമുക്കങ്ങനെ പ്രദക്ഷിണ പഥത്തിലൂടെ തൊഴുതു പ്രാർത്ഥിച്ച് പടിഞ്ഞാറ് ഭാഗത്തു നിന്നും കിഴക്കോട്ടേക്ക് നോക്കി ഉമാമഹേശ്വരനെ തൊഴുതു പ്രാർത്ഥിക്കാം. ഐതിഹ്യ പെരുമയാർന്ന ഒരു ക്ഷേത്രമാണ് തെരൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. മഹാദേവൻ
കൊട്ടിയൂരിലേക്കുള്ള യാത്രാമധ്യേ പോകുന്ന സമയത്ത് രഥത്തിന് തകരാറ് സംഭവിച്ച് ഇവിടെ ഈ ഭൂമിയിൽ രഥത്തോടുകൂടി തേര് ഊരി ഇറങ്ങേണ്ടി വന്നു. ആ സ്ഥലമാണ്, തേര് ഊരി ഇറങ്ങിയ സ്ഥലമാണ് തെരൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഋഷിമാരാലും മുനിമാരാലും ആരാധിക്കപ്പെട്ട ക്ഷേത്രമാണ് ഈ സ്വയംഭൂ ക്ഷേത്രം. അവിടെ ദേവനെ 3 വ്യത്യസ്ത ഭാവങ്ങളിലാണ് ആരാധിക്കുന്നത്. രാവിലെ ദക്ഷിണാമൂർത്തിയായും, ഉച്ചക്ക് മൃത്യുഞ്ജയനായും, വൈകുന്നേരം പാർവതി പരമേശ്വര ഭാവത്തിലുമാണ് ആരാധന. ഇവിടെ ഈ പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിൽ ഉമാമഹേശ്വര അർദ്ധനാരീശ്വര സങ്കല്പത്താൽ ആരാധിക്കുന്ന ക്ഷേത്രമാണ് ഇത്. ഈ ക്ഷേത്രം ഒരു ക്ഷേത്ര സമുച്ചയമാണ് എന്ന് പറയാം. ഇതിൻ്റെ മഹാദേവൻ്റെ മറ്റൊരു ഭാവത്തിലുള്ള ക്ഷേത്രമാണ് വേട്ടക്കുരുമകൻ ക്ഷേത്രം. അവിടെ കിരാതമൂർത്തിയുടെ ഭാവത്തിലാണ് ആരാധിക്കുന്നത്. അവിടെ ഉത്സവം പ്രധാനമായും നടത്തപ്പെടുന്നത് കളങ്കുറിയും പാട്ടുത്സവമാണ്. വേട്ടക്കുരുമകൻ എല്ലാ തടസ്സങ്ങളും നിരവധി തടസ്സങ്ങൾ വേട്ടക്കുരുമകനുണ്ടായിരുന്നു. ആ തടസ്സങ്ങളൊക്കെ മാറ്റി, അതായത് 12,000 തേങ്ങമുട്ട് നടത്തിയതിന് ശേഷമാണ് യുദ്ധത്തിന് പോകുന്നത്. ആ രീതിയിലുള്ള ഒരു ദേവനെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. വളരെ കാലം മുമ്പ് വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ തന്നെ ഇല്ലാത്തൊരു സ്ഥിതി വന്നിരുന്നു. അന്ന് തന്ത്രി തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ ഇവിടെ പൂജ നടത്തുകയില്ല, അതുകൊണ്ട് ആ പ്രതിഷ്ഠ മാറ്റി പണിയണമെന്ന്. ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ അതിന് സാമ്പത്തികമായ ബാധ്യതയുള്ളതുകൊണ്ട് അതങ്ങനെ നീണ്ടുപോയി. അവസാനം അയാളുടെ, അതായത് തന്ത്രിയുടെ നിർബന്ധപ്രകാരം ആ പ്രതിഷ്ഠ മാറ്റുവാൻ നമ്മൾ തീരുമാനിക്കുകയും അത് വളരെ ഭംഗിയായ രീതിയിൽ തന്നെ പുനഃപ്രതിഷ്ഠ നടത്തുവാനും വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിന് സാധിച്ചിട്ടുണ്ട്. ത്രീണി ശങ്കരേനാണ്. മഹാദേവന് 3 പ്രദക്ഷിണമാണത്രേ നിയമം. അങ്ങനെ തെരൂര് മഹാദേവ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയോടുകൂടി ഉത്സവവും അനുഷ്ഠാനങ്ങളുമൊക്കെ വ്യവസ്ഥപ്പെടുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ആചാര്യന് വളരെ പ്രാധാന്യമുണ്ട്. ഈ ക്ഷേത്രത്തിലെ ആചാര്യ പാരമ്പര്യം എന്ന് പറയുന്നത് തളിപ്പറമ്പ് ഇടവലത്ത് പുടയൂര് സമ്പ്രദായത്തിലുള്ള ഇടവലത്ത് പരമ്പരയാണ് ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക പാരമ്പര്യം അനുഷ്ഠിക്കുന്നത്. ആചാര്യൻ്റെ അനുഷ്ഠാനവും ഒപ്പം ആചാര്യൻ്റെ തപശക്തിയുമാണ് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും പൂർണ്ണത. അതുകൊണ്ട് തന്നെ എല്ലാ വിശേഷപ്പെട്ട ദിവസങ്ങളിലും ക്ഷേത്രം ആചാര്യൻ താന്ത്രിക പാരമ്പര്യം അനുഷ്ഠാനത്തിലൂടെ ചൈതന്യം വർദ്ധിപ്പിക്കുകയും എല്ലാ വിശേഷ കാലഘട്ടത്തിലും ആചാര്യ പരമ്പരകൾ ഇവിടെ വരുന്നു എന്നുള്ളതും ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യവർദ്ധനവിന് ഒരു കാരണമാണ്. നമുക്കിനി പ്രദക്ഷിണപദം പൂർത്തിയാക്കാം. അങ്ങനെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറി മഹാദേവനെ തൊഴുത് പ്രാർത്ഥിച്ച് പ്രദക്ഷിണപദം പൂർത്തീകരിക്കാം. അങ്ങനെ ഉമാമഹേശ്വര സവിധത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചു പോകുന്ന സമയത്ത് ഭക്തർക്ക് നേരിട്ട് കെടാവിളക്കിലേക്ക് സദാകാലം കത്തിക്കൊണ്ടിരിക്കുന്നൊരു വിളക്കാണ്. ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യ സംവർദ്ധനം മമ ബുദ്ധിപ്രകാശായ ദീപജ്യോതിർ നമോ നമ എന്ന് പറഞ്ഞും ഭക്തരെ സംബന്ധിച്ച് ദീപം സമർപ്പിക്കാം. അപ്പോൾ തെരൂര് മഹാദേവ ക്ഷേത്രത്തിൽ വരുന്ന ഏതൊരു ഭക്തനും ആ ഉമാമഹേശ്വരൻ്റെ സവിധത്തിൽ സദാകാലം അണയാതെ നിൽക്കുന്ന ആ ദീപത്തിലേക്ക് വിളക്കിലേക്ക് എണ്ണയൊഴിച്ച് കാര്യം സാധിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാവുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഇനി നമുക്ക് പ്രദക്ഷിണപദം പൂർത്തിയാക്കാം. അർദ്ധനാരീശ്വര സങ്കല്പമായും ഉമാമഹേശ്വര സങ്കല്പമായും ഒക്കെ ആരാധിക്കുന്ന ഒരു സങ്കല്പമാണ് തെരൂരെ മഹാദേവ ക്ഷേത്രം.
പ്രധാന നമസ്കാര മണ്ഡപം, അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ സോപാനം ഒക്കെ എല്ലാ രീതിയിലും നവീകരണവും, ഒപ്പം മുറ്റം വളരെ ഭംഗിയായി കല്ല് പടുതി ഭക്തന്മാർക്ക് വന്ന് തൊഴുത് പ്രാർത്ഥിച്ചു പോകാൻ സംവിധാനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രം മുൻപോട്ടേക്ക് പോകുന്നത്. നമുക്കിനി മഹാദേവനെ തൊഴുത് പ്രാർത്ഥിക്കാം. ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യ സംവർദ്ധനം മമ ബുദ്ധി പ്രകാശ ഇവജ്യോതർ നമോ നമഃ. ശിവോ മഹേശ്വര ശംഭു വിനാഥ ശശികരോ വാമദേവോ ഗുരുവാണ്. ക്ഷേത്രത്തിലെ ആചാര്യ പാരമ്പര്യം എന്ന് പറയുന്നത് എടവലത്ത് പുടയൂര് സമ്പ്രദായമാണെന്ന് പറഞ്ഞു. മറ്റൊന്ന്, ക്ഷേത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ശിവന് അഭിഷേകപ്രിയോ ശിവ എന്നാണ്. ക്ഷേത്രത്തിൽ വന്ന് ധാരയും അതുപോലെ തന്നെ നെയ്വിളക്കും കെടാവിളക്കും ഒക്കെ ദേവനിലേക്ക് സമർപ്പിച്ച് കാര്യം സാധിച്ചു പോകുന്ന ഭക്തരും ഏറെയാണെന്ന് ഇവിടുത്തെ ഐതിഹ്യത്തിൽ നിന്നും അനുഷ്ഠാനത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു. ഒപ്പം സമീപ കാലഘട്ടത്തിൽ ധാരാളം നവീകരണ പ്രവർത്തനങ്ങൾ ക്ഷേത്രം നടത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ആധ്യാത്മികമായ സഭകൾ, അങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെയും ചിട്ടയായ അനുഷ്ഠാനത്തോടു കൂടിയാണ് ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഇവിടെയുള്ള ഭക്തരും അതുപോലെ ട്രസ്റ്റിയും പാരമ്പര്യ ട്രസ്റ്റിയും കമ്മിറ്റിയും ഒക്കെ നിയന്ത്രണവും നേതൃത്വവും കൊടുക്കുന്നതെന്ന് നമുക്ക് ഇവിടെ എത്തിയാൽ തന്നെ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. അങ്ങനെ പ്രദക്ഷിണ പദത്തിലൂടെ പോകുന്ന സമയത്ത് ക്ഷേത്രത്തിലെ സപ്തമാതൃക്കളെയും മറ്റ് അഷ്ടദിക്പാലകന്മാരെയൊക്കെ സങ്കല്പിച്ചും ഒക്കെയുള്ളതായ ബലിക്കല്ലുകളും ഒക്കെ നമുക്ക് കാണാം. ഇവിടെയൊക്കെ ഉത്സവ കാലഘട്ടത്തിലും ശ്രീഭൂതബലിയുടെ സമയത്തും ഉത്സവ ബലിയുടെ കാലഘട്ടത്തിലും ഒക്കെ ഈ ബലിക്കല്ലിൽ അഭിസ് തൂകിക്കൊണ്ടാണത്രേ ഉത്സവ അനുഷ്ഠാനങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നത്. ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ധനുമാസത്തിലെ തിരുവാതിര ഇവിടെ വളരെ വിശേഷമായി ക്ഷേത്രത്തിലെ ദേശക്കാരും അതുപോലെ ഇവിടുത്തെ മാതൃസമിതിയും ഒക്കെ വളരെ ഭംഗിയായി അനുഷ്ഠിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണത്രേ തെരൂര് മഹാദേവ ക്ഷേത്രം. ശിവരാത്രിക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അനുഷ്ഠാനത്തോടു കൂടിയാണ് തെരൂര് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നവീകരണവും അവിടുത്തെ അതുപോലെ തന്നെ ഇവിടുത്തെ അനുഷ്ഠാന കർമ്മങ്ങളും ഒക്കെ നടക്കുന്നത് എന്ന് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. തൊഴുത് പ്രാർത്ഥിക്കാം. അങ്ങനെ തെരൂര് മഹാദേവ ക്ഷേത്രത്തിൽ മഹാദേവനെ സംബന്ധിച്ച് നമുക്കറിയാം, ത്രീണി ശങ്കരെ, 3 പ്രദക്ഷിണമാണ് ശിവക്ഷേത്രത്തിലെ വിധി. നമ്മുടെ സോപാനത്തിൽ നിന്ന് നമ്മൾ പ്രദക്ഷിണമായി വന്ന് ഓവിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഓവിൻ്റെ അടുത്ത് തിരിച്ച് പ്രദക്ഷിണമാണ്. ചില ഭക്തർ ഈ ബലിക്കല്ലിനും അകത്തുകൂടി പ്രദക്ഷിണം വെക്കുന്നത് കാണാം. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയച്ഛതി എന്നാണ്. എനിക്ക് ഭക്തിയോടുകൂടി എന്ത് തന്നാലും ഭഗവാൻ സ്വീകരിക്കുന്ന. ഭക്തന്മാർ പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് പൂർണ്ണമായും ബലിക്കലിന് പുറത്തുകൂടിയാണ് പ്രദക്ഷിണം വെക്കേണ്ടത്. എങ്ങനെ വച്ചാലും ഭഗവാൻ സ്വീകരിക്കും. പക്ഷേ നമ്മളെ ശാസ്ത്രീയമായി ഭഗവാനിലേക്ക് നമ്മളൊരു പ്രദക്ഷിണ പദം പൂർത്തിയാക്കുമ്പോൾ സപ്തമാതൃക്കൾക്കും ബലിക്കല്ലിനും പുറത്തുകൂടി പ്രദക്ഷിണം വെച്ച് പോകുമ്പോഴാണ് ആ പ്രദക്ഷിണ പദം പൂർത്തിയാകുന്നത്. നമുക്കങ്ങനെ തെരൂര് മഹാദേവൻ്റെ പ്രദക്ഷിണ പദം നമുക്ക് പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ട് പൂർത്തിയാക്കാം. നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ. അങ്ങനെ മഹാദേവനെ പ്രദക്ഷിണപദം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ മീനരാശി പദത്തിൽ ജലാശയം കാണാം. ആ കിണറിനുമുണ്ടൊരു ഭംഗി, ഒരു ചിത്രകാരൻ്റെ അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ ഭംഗി പൂർണ്ണമായും ആ കിണറിന് കൊടുത്തിട്ടുണ്ട്. അഭിഷേകപ്രിയോ ശിവ എന്നാണ്. മഹാദേവൻ അഭിഷേകപ്രിയനാണ്.
അഭിഷേകം കൊണ്ട് ശിവനെ തൃപ്തിപ്പെടുത്താമെന്നാണ്. ഈ മീനരാശിയിലെ ഈ ജലാശയത്തിൽ ഈ കിണറിൽ നിന്ന് വെള്ളമെടുത്തുകൊണ്ടാണ് ക്ഷേത്രത്തിലെ മേൽശാന്തി ദേവന് അഭിഷേകം കഴിച്ച് അത് നമുക്ക് തീർത്ഥമായി തരുന്നതും ഒക്കെ. ആ ക്ഷേത്രത്തിലെ ജലാശയവും ക്ഷേത്ര പരിസരവും ഒക്കെ ഭംഗിയായി സംരക്ഷിക്കുക, സൂക്ഷിക്കുക എന്നുള്ളത് പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന ഒരു വിധേയത്വവും വിനയത്വമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തിരൂരെ മഹാദേവ ക്ഷേത്രത്തിലെ പ്രദക്ഷിണ പദം നമുക്ക് പൂർത്തിയാക്കാം. ഇനിയും നമുക്ക് ധാരാളം ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് പോകാനുണ്ട്. നമുക്ക് അവിടെയൊക്കെ തൊഴുത് പ്രാർത്ഥിച്ചു വരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം നമഃ ശിവായ. ഞങ്ങളിവിടെ തിരൂർ മഹാദേവ ക്ഷേത്ര മാതൃസമിതിയുടെ ആൾക്കാരാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പേ മാതൃസമിതി രൂപീകരിച്ചത് മുതൽ വളരെ നന്നായിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ഇവിടെ അമ്പലം വൃത്തിയാക്കലും അമ്പലത്തിലുള്ള നാമജപങ്ങളും, ആഴ്ചയിൽ ചൊവ്വാഴ്ച ലളിതാ സഹസ്രനാമം, വ്യാഴാഴ്ച വിഷ്ണു സഹസ്രനാമം, ബുധനാഴ്ച നാരായണീയം, ശനിയാഴ്ച ശിവസഹസ്രനാമം, ഇങ്ങനെ ഒരുവിധം എല്ലാ പാരായണങ്ങളും നടന്നു വരുന്നുണ്ട്. വളരെ കൃത്യമായി ധാരാളം ആൾക്കാർ ഇപ്പം വന്നിട്ട് വായിക്കുന്നുണ്ട്. ആദ്യമൊക്കെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഒരുപാട് ഞങ്ങളുടെ സഹോദരിമാരെല്ലാവരും വന്ന് പാരായണം നടത്തുന്നുണ്ട്. ഭാഗവതം, ഭഗവത്ഗീത എല്ലാം വായിക്കുന്നുണ്ട്. ഹരിനാമകീർത്തനം, ഇങ്ങനെയുള്ള എല്ലാ പുരാണ പുണ്യഗ്രന്ഥങ്ങളും ഞങ്ങൾ പാരായണം ചെയ്യുകയും ഇവിടെ അമ്പലത്തിന് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക. ഇവിടെ വൃത്തിയാക്കലും പിന്നെ വിളക്ക് തേക്കുക, വൃത്തിയാക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ മാതൃസമിതിയാണ് നിർവഹിക്കുന്നത്. നല്ലൊരു കൂട്ടായ്മയാണ്. എല്ലാവരും വളരെ യോജിച്ച് പോകുന്നതാണ്. വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ നമുക്കിവിടെ മാതൃസമിതി വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ക്ഷേത്രത്തിൻ്റെ അവസ്ഥയും എല്ലാം കൊണ്ട് ജനസമ്പർക്കം കുറച്ച് കുറവായിരുന്നു. പിന്നീട് മാതൃസമിതി വന്നതിന് ശേഷം കൂടുതൽ അമ്മമാരെ, സഹോദരിമാരെ അമ്പലത്തിലേക്ക് സംഘടിപ്പിക്കണം എന്നുള്ളൊരു വിചാരം കൊണ്ട് നമ്മൾ സഹസ്രനാമ പാരായണങ്ങളും ജപങ്ങളും അതിനു വേണ്ടിയിട്ട് എല്ലാവരെയും നിർബന്ധിക്കുകയൊക്കെ ചെയ്ത് എല്ലാവരുടെയും നല്ലൊരു സഹകരണം നമുക്കതിലുണ്ടായിട്ടുണ്ട്. രാവിലെ 7:30-8 മണിയോടുകൂടി നമുക്കിവിടെ സഹസ്രനാമത്തിന് ശിവസഹസ്രനാമം, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം അത് കൃത്യമായിട്ട് പാലിച്ചു പോകുന്നുണ്ട്. അതിന് ഒരുപാട് മാതൃസമിതിയിലെ അംഗങ്ങൾ എത്താറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു കാര്യമായിട്ട് പറയുന്നത് നമ്മളെ തിരുവാതിരയാണ്, മഹാദേവൻ്റെ ജന്മ നക്ഷത്രം. ആ ദിവസം നമ്മൾ രാവിലെ 6 മണി മുതൽ അസ്തമനം വരെ അഖണ്ഡ നാമപാരായണം ഉണ്ടാവലുണ്ട്. അതിലും ഒരുപാട് ജനങ്ങൾ നമുക്ക് എത്താറുണ്ട്. അന്നദാനം ഓരോരാൾ പ്രാർത്ഥനയായിട്ട് മക്കളെ പിറന്നാളോ അങ്ങനെ എന്തെങ്കിലും വിശേഷമായിട്ട് നമുക്ക് അന്നദാനമായിട്ട് 2-3 പേരൊക്കെ തരാറുണ്ട്. അത് നമുക്ക് നല്ലൊരു കാര്യമാണ്. അന്നദാനത്തിന് നമുക്ക് നാട്ടിൽ ഒരുപാട് ആൾക്കാർ അമ്പലത്തിലെത്തുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രധാനമായ വഴിപാട് എന്ന് പറയുന്നത് ശിവന് ധാരയാണ്. അല്ലാതെ പിന്നെ നമ്മുടെ ക്ഷേത്ര സമുച്ചയം ആയതുകൊണ്ട് നമുക്കെല്ലാം നമ്മുടെ ശിവ കുടുംബം തന്നെയാണല്ലോ ഇവിടെ ഉള്ളത്. ഗണപതി ഹോമവും പിന്നെ അയ്യപ്പൻ്റെ നീരാഞ്ജനം, അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട വഴിപാടുകളും ഇവിടെ നടത്തുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ അടിച്ചുവാരൽ കർമ്മം എന്നുവെച്ചാൽ നമുക്ക് അത്രയും എന്താ പറയുക, നമ്മളെ അമ്പലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മം എന്നുള്ള നിലയിൽ ഈ അമ്പലം അടിച്ചുവാരി വൃത്തിയാക്കലും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു 10 വയസ്സിന് ശേഷം ആ ഒരു കർമ്മം നമ്മളെ രാമദാസൻ, ആ ഒരു കർമ്മം ഇപ്പം രാമദാസനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചെറുപ്പകാലത്ത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരു ഭാഗ്യം. നമ്മുടെ അമ്പലത്തിൻ്റെ പുരോഗതി ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ബാക്കി പറയാന്ന്. നമ്മളെ അമ്പലം ചെറിയൊരു അമ്പലത്തോടു കൂടി വളർന്ന് പന്തലിച്ച് വലിയൊരു മഹാക്ഷേത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അമ്പലത്തിൽ കൊടിമരം വന്നതോടുകൂടി നമ്മുടെ ഈ നാടിൻ്റെ തന്നെ ഒരു നല്ലൊരു ഐശ്വര്യം വന്നിരിക്കുകയാണ്.
പിന്നെ ഇവിടെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃസമിതി നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. അതിലേക്കാണ് ഉള്ള സഹോദരിമാരും അമ്മമാരും ഒക്കെ വരുന്നത്. പിന്നെ ശുചീകരണ പ്രവർത്തനമാണെങ്കിൽ നമ്മൾ കുറേ ഈ മഹാദേവൻ്റെ ഒരു കാരുണ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം വിചാരിക്കും അയ്യോ ഇതൊന്നും ആവൂലോളി, പക്ഷേ എന്തോ മഹാദേവൻ്റെ ഒരു നല്ലൊരു അനുഗ്രഹം കൊണ്ട് നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ ഭംഗിയായാണ് ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ആ ഉമാമഹേശ്വരനെ തൊഴുതതിന് ശേഷം സ്വയംഭുവായ മഹാദേവനെ തൊഴുതു പ്രാർത്ഥിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ തെക്കുപാർശ്വ ഭാഗത്താണ് സ്വയംഭുവായ മഹാദേവൻ. നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് പ്രദക്ഷിണ വഴിയിലൂടെ തൊഴുതു പ്രാർത്ഥിച്ചു വരാം. അങ്ങനെ തെരൂര് മഹാദേവനെ തൊഴുതു പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ക്ഷേത്രത്തിൻ്റെ തെക്കുപാർശ്വ ഭാഗത്തേക്ക് നടക്കുമ്പോൾ സ്വയംഭുവായ മഹാദേവൻ്റെ സങ്കേതമാണ്. ആ സങ്കേതത്തിലേക്ക് എത്തുന്നതിന് മുൻപ് വളരെ പ്രാധാന്യത്തോടു കൂടിയ അശ്വത്ഥം അരയാൽ വൃക്ഷം കാണാം. നമുക്കറിയാം ബ്രഹ്മ വിഷ്ണു മഹേശ്വര ചൈതന്യം കുടിയിരിക്കുന്നതാണ് അശ്വത്ഥം എന്ന് പറയുന്ന വൃക്ഷം. ആ അശ്വത്ഥത്തെ തൊഴുതതിന് ശേഷമാണത്രേ സ്വയംഭുവായ മഹാദേവനെ തൊഴുത് പ്രാർത്ഥിക്കേണ്ടത്. വളരെ അപൂർവമായി മാത്രമേ സ്വയംഭുവായ മഹാദേവനുള്ളൂ. തെരൂര് മഹാദേവ ക്ഷേത്രത്തിൽ അർദ്ധനാരീശ്വരൻ ഉമാമഹേശ്വരൻ്റെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് സ്വയംഭുവാണ്. ഈ സ്വയംഭുവിനും ഒരു പ്രത്യേകതയുണ്ട്, ഭക്തന്മാർ ശ്രദ്ധിക്കേണ്ടത്. കാലത്ത് ദക്ഷിണാമൂർത്തി സമ്പ്രദായത്തിലാണ് ഈ സ്വയംഭുവായ ദേവനെ വന്ന് പ്രാർത്ഥിക്കേണ്ടത്. ദക്ഷിണാമൂർത്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഗുരുസങ്കല്പമാണ്. ഉച്ചസമയത്ത് വന്ന് പ്രാർത്ഥിക്കുന്നത് മൃത്യുഞ്ജയനായിക്കൊണ്ടാണ്. അങ്ങനെ ദക്ഷിണാമൂർത്തിയായും മൃത്യുഞ്ജയനായും ഒക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു മഹാദേവ ചൈതന്യമാണത്രേ സ്വയംഭുവായ ഈ മഹാദേവന്. അപ്പോൾ ദക്ഷിണാമൂർത്തിയായും അതുപോലെ തന്നെ സ്വയംഭുവായും അതുപോലെ അർദ്ധനാരീശ്വരനായും ഒക്കെ ഈ മൂന്ന് ചൈതന്യങ്ങളെയും ഒരു സ്വയംഭൂവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചു പോവുകയും അങ്ങനെ പ്രാർത്ഥിച്ച് ഫലസിദ്ധി നേടുന്നവരും ഏറെയാണെന്ന് നമുക്കിവിടുത്തെ അനുഭവസ്ഥർ പറഞ്ഞു തരുന്നു. സമീപ കാലഘട്ടം കൊണ്ടാണ് ഈ ക്ഷേത്രം ഇത്രയേറെ ഉദ്ധരിക്കപ്പെട്ടത്. അങ്ങനെ സ്വയംഭുവായ മഹാദേവനെ തൊഴുതു പ്രാർത്ഥിച്ചു പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ധനുരാശി പദത്തിൽ അയ്യപ്പനീശ്വരനെ ഭക്തർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കാണാം. ഈ അയ്യപ്പനീശ്വരനും ഒരു പ്രത്യേകതയുണ്ട്. നമുക്കത് അവിടെ തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും. ക്ഷേത്രത്തിൻ്റെ ധനുരാശിയിൽ വടക്കു പടിഞ്ഞാറേ കോണിൽ സ്ഥിതി ചെയ്യുന്ന ശാസ്താവീശ്വരനാണ്. സദാകാലം മഴയും വെയിലും നനഞ്ഞിരിക്കുന്ന അയ്യപ്പൻ. മറ്റൊരു പ്രത്യേകത, ഈ ശാസ്താവ് ഒരു അശ്വാരൂഢനായ അയ്യപ്പനായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠ. വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ അശ്വാരൂഢനായി അയ്യപ്പനുള്ളൂ. ഈ അയ്യപ്പനീശ്വരനെ തൊഴുതു പ്രാർത്ഥിക്കുകയും ഒപ്പം മണ്ഡലമാസം പോലുള്ള വിശേഷ കാലഘട്ടത്തിൽ ഭക്തന്മാർ ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് കെട്ട് നിറച്ചും ഭജന ചെയ്തും നാമം ജപിച്ചും അതുപോലെ തന്നെ ജാതകത്തിൽ ശനിദോഷ കാലഘട്ടത്തിൽ ഇവിടെ വന്ന് ശാസ്താവിന് നീരാഞ്ജനവും അതുപോലെ തന്നെ നെയ്വിളക്കും എള്ളുതിരിയും ഒക്കെ അനുഷ്ഠിക്കുന്നത് നമുക്ക് കാണാം. ഈ അശ്വാരൂഢനായിരിക്കുന്ന ഈ അയ്യപ്പനീശ്വരനെ പ്രാർത്ഥിച്ചു പോവുകയും അതിലൂടെ കാര്യസാധ്യം നേടുന്നവരും ഏറെയാണ്. നമുക്കും അയ്യപ്പനീശ്വരനെ തൊഴുത് പ്രാർത്ഥിക്കാം.
തിരൂരെ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇത് പൂർവീകം ബ്രാഹ്മണ സമൂഹത്തിലുള്ളവർ ആരാധിച്ചു വന്ന ആരാധന സമ്പ്രദായമാണെന്നും പിന്നീട് ബ്രാഹ്മണ സമൂഹം ഈ ദേശത്ത് നിന്ന് പലായനം ചെയ്തു എന്നും അങ്ങനെ ഈ ദേശത്തെ പ്രമുഖമായ 4 തറവാട്ട് പരമ്പരകളിലേക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ആരാധനയും അനുഷ്ഠാനങ്ങളും വ്യവസ്ഥ ചെയ്യപ്പെട്ടു എന്നും പിന്നീട് അവരിൽ നിന്നും ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിന് പ്രയാസങ്ങൾ ഭൗതികമായ സാഹചര്യങ്ങളുടെ പ്രയാസം വന്ന സമയത്ത് 1951 അത് ഇപ്പോഴത്തെ സമ്പ്രദായത പ്രകാരം മലബാർ ദേവസ്വം ബോർഡിൻ്റെ HRNCയുടെ നേതൃത്വത്തിൽ കീഴിലേക്ക് ഈ ക്ഷേത്രം വന്നുവെന്നും അങ്ങനെ HRNCയുടെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലും ഒപ്പം പാരമ്പര്യ ട്രസ്റ്റിമാരും പാരമ്പര്യേതര ട്രസ്റ്റിമാരും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ദൈനംദിനമായ കാര്യങ്ങൾ അനുഷ്ഠിച്ച് മുൻപോട്ടേക്ക് പോകുന്നത് എന്ന് നമുക്കിവിടുത്തെ അനുഭവത്തിൽ നിന്ന് ഇവിടുത്തെ ഭക്തന്മാരിൽ നിന്ന് നമുക്ക് കിട്ടിയ അറിവനുസരിച്ചാണ് ക്ഷേത്ര അനുഷ്ഠാനം ഇപ്പോൾ ഇങ്ങനെ ഭംഗിയായി നടക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ നമുക്ക് സ്വയംഭുവായ മഹാദേവനെ തൊഴുത് പ്രാർത്ഥിച്ച് പൂർത്തീകരിക്കാം. അങ്ങനെ തിരൂര് മഹാദേവനെ തൊഴുതു പ്രാർത്ഥിച്ച് അശ്വാരൂഢനായ അയ്യപ്പനീശ്വരനെ തൊഴുതു പ്രാർത്ഥിച്ച് സ്വയംഭുവായ മഹാദേവനെ പ്രാർത്ഥിച്ചതിന് ശേഷം വേട്ടക്കരുമകനീശ്വരൻ അഥവാ കിരാതമൂർത്തിയായ മഹാദേവൻ ഈ 3 ശിവചൈതന്യങ്ങളും കുടിയിരിക്കുന്ന പവിത്രമായ സങ്കേതമാണ് തിരൂരെന്ന് പറഞ്ഞു. ഈ കിരാതമൂർത്തിയായ വേട്ടക്കരുമകനീശ്വരന് കളമെഴുത്തും പാട്ടും വിശേഷമായി നാളികേര സമർപ്പണവും ഒക്കെ നടത്തിയ ഒരു ക്ഷേത്രം. ഇന്ന് പല നവീകരണങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒപ്പം ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള കുളം ഈ സമീപ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൻ്റെ കുളവും നവീകരിച്ചു. ഇനിയും ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കാനുണ്ട് എന്ന് നമുക്ക് ക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാന കലകളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമുക്ക് കിരാതമൂർത്തിയായ മഹാദേവനെ തൊഴുത് പ്രാർത്ഥിക്കാം. കാരണം തിരൂര് മഹാദേവനെ തൊഴുത് സ്വയംഭുവായ ശിവനെയും തൊഴുത് കിരാതമൂർത്തിയായ വേട്ടക്കരുമകനീശ്വരനെ തൊഴുന്നതോടുകൂടി മാത്രമേ ഈ ക്ഷേത്ര പ്രദക്ഷിണം പൂർത്തിയാവുന്നുള്ളൂ. തിരൂര് മഹാദേവ ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമാണ് നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചത്. പൂർവ്വകാലഘട്ടത്തിൽ ബ്രാഹ്മണന്മാരാലും സജ്ജനങ്ങളാലും ആചരിച്ചാരാധിച്ചു വന്ന ഒരു തപോഭൂമിയായിരുന്നു ഇത് എന്നും പിന്നീട് മഹാദേവൻ ശിവൻ സ്വയംഭുവായി പ്രത്യക്ഷപ്പെട്ട ഒരു സങ്കേതം. ആ സ്വയംഭുവായ ശിവനെ ദക്ഷിണാമൂർത്തിയായും മൃത്യുഞ്ജയനായും അതുപോലെ തന്നെ അർദ്ധനാരീശ്വരനായും ആരാധിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം. ഉമാമഹേശ്വരന് പ്രത്യേകം പ്രതിഷ്ഠ, വേട്ടക്കരുമകനീശ്വരന് പ്രത്യേകം പ്രതിഷ്ഠ. അങ്ങനെ 3 ശിവചൈതന്യങ്ങളെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന വടക്കേ മലബാറിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം. സുബ്രഹ്മണ്യനെയും ഗണപതിയെയും ഉപദേവതാ സങ്കല്പത്തിൽ ആരാധിക്കുന്ന ക്ഷേത്രം. അശ്വാരൂഢനായ അയ്യപ്പനീശ്വരന് പ്രത്യേകം പ്രതിഷ്ഠയുള്ള ക്ഷേത്രം. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ വിശേഷമായ ആരാധനയും അനുഷ്ഠാനങ്ങളും, ശിവരാത്രി നാളിൽ വിശേഷമായി സ്വയംഭുവായ ശിവനിൽ ആരാധനയും ശിവപ്രതിഷ്ഠ ശിവരാത്രി പ്രാധാന്യവും അനുഷ്ഠിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്ന്. ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുൻപ് തന്നെ കൊട്ടിയൂരിലേക്ക് നെയ്യമൃത് മഠക്കാർ വ്രതനിഷ്ഠയോടുകൂടി തൊഴുത് പ്രാർത്ഥിച്ച് പോകുന്ന നെയ്യമൃത് മഠം. ഇങ്ങനെ ധാരാളം പ്രത്യേകതകൾ, ഒപ്പം ദേശത്തിന് ഒപ്പം ഓടുന്ന ഒരു ക്ഷേത്രം. ക്ഷേത്രത്തിലെ ഈ സമീപ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചു ധ്വജപ്രതിഷ്ഠ. ക്ഷേത്രത്തിലെ ഉത്സവം ഒരു ദേശത്തിൻ്റെ ഉത്സവമാക്കി മാറ്റാനുള്ള ഭക്തജനങ്ങളുടെയും കമ്മിറ്റിക്കാരുടെയും അകമഴിഞ്ഞ കൂട്ടായ്മ. ഒരു ഫെസ്റ്റ് നടത്തിക്കൊണ്ട് ഉത്സവം നടത്തുക. ഒപ്പം ആധ്യാത്മികതയ്ക്ക് ഏറെ പ്രാധാന്യം. മാതൃസമിതി അവരുടെ എല്ലാ അനുഷ്ഠാനങ്ങൾക്കും വേണ്ടി വിശേഷപ്പെട്ട സഹസ്രനാമവും ശിവസഹസ്രനാമവും ഒക്കെ അനുഷ്ഠിച്ച് തപശക്തി വർദ്ധിപ്പിക്കുന്ന അമ്മമാർ ഒരു ഭാഗത്ത്. അങ്ങനെ ഒരുപാട് കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ് തിരൂരെ മഹാദേവ ക്ഷേത്രത്തിലെ ഐതിഹ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചത്. നമ്മുടെ
പ്രദക്ഷിണ വഴി ഇവിടെ പൂർണ്ണമാകുന്നില്ല. മറ്റൊരു ക്ഷേത്രത്തിലെ ഐതിഹ്യവും ആചാരവും അനുഷ്ഠാനവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്തേ.